ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ 20,000 രൂപ റേഞ്ചിൽ വരുന്ന ബെസ്റ്റ് ആയിട്ടുള്ള 4 ഫോൺസ് ആട്ടോ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ 20,000 രൂപ റേഞ്ചിലൊക്കെ ബെസ്റ്റ് ഫോൺസ് ഒക്കെ നോക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ ഫുള്ളായിട്ടാണ് നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആവുന്നതായിരിക്കും. അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യത്തെ ഒരു ഫോൺ എന്ന് പറഞ്ഞാൽ മോട്ടറോളയുടെ എഡ്ജ് 50 നിയോ എന്ന മോഡലാണ്. ഇതൊരു 20,000 രൂപയ്ക്ക് മുകളിൽ ഇറങ്ങിയ മോഡലാണ്. പക്ഷേ ഇപ്പോൾ 20,000 രൂപ റേഞ്ചിൽ ഈ ഒരു ഫോൺ കിട്ടുന്നുണ്ട്. ഇതിൻ്റെ ഡിസൈൻ വൈസ് പറയുകയാണെങ്കിൽ ആ റേഞ്ചിൽ വരുന്ന 25,000 രൂപ 30,000 രൂപ റേഞ്ചിലൊക്കെ വരുന്ന മോട്ടോറോള ഫോൺസിൻ്റെ സെയിം ഡിസൈൻ തന്നെയാണ് ഈ ഒരു ഫോൺ വരുന്നത്. ബീഗൽ ലെതറായിട്ടാണ് വരുന്നത്. IP68 റേറ്റിംഗ് ഒക്കെ തന്നെ കൊടുത്തിട്ടുണ്ട്. സോ ബെസ്റ്റ് ഡിസൈൻ ഈ ഒരു ഫോൺ എന്തായാലും വരുന്നുണ്ട്. ഡിസ്പ്ലേ പറ്റി പറയുകയാണെങ്കിൽ 6.4 ഇഞ്ച് വരുന്ന 1.5K റെസൊല്യൂഷൻ ഉള്ളൊരു OLED 120 ഹെർട്സിൻ്റെ ഒരു ഫ്ലാറ്റായ ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോണിന് വരുന്നത്. സോ 1.5K റെസൊല്യൂഷൻ ഒക്കെ തന്നെ ഈ ഒരു പ്രൈസ് പോയിന്റ് തന്നെ കിട്ടുന്നുണ്ട്. ഇനി ക്യാമറ പറ്റി പറയുകയാണെങ്കിൽ 50 MB പ്രൈമറി ക്യാമറ വരുന്നുണ്ട്. 13 MB ഒരു അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ റിയറിൽ വരുന്നുണ്ട്. 10 MB ഒരു 3x ടെലിഫോട്ടോ അടക്കം ഈ ഒരു പ്രൈസ് പോയിന്റ് തന്നെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. സോ ബെസ്റ്റ് ഇൻ ക്ലാസ് ആയിട്ടുള്ള ക്യാമറ സെറ്റപ്പ് ഈ ഒരു ഫോണിന് വരുന്നുണ്ട്. 32 MB സെൽഫി ക്യാമറയും വരുന്നുണ്ട്. ഫ്രണ്ട് ആൻഡ് റിയറിലും നമുക്ക് 4K 30 FPS വരെയുള്ള വീഡിയോസും ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. സോ നല്ലൊരു ക്യാമറ എന്തായാലും ഈ ഒരു ഫോൺ കിട്ടുന്നതായിരിക്കും. പക്ഷേ ക്യാമറ യൂസ് ഒക്കെ നിങ്ങൾ പോയിട്ട് എന്തായാലും നോക്കുക. പിന്നീട് പെർഫോമൻസ് ഈ ഒരു ഫോണിൽ വരുന്നത് മിയടെക്കിൻ്റെ Dimensity 7300 എന്ന പ്രോസറാണ് വരുന്നത്. അത്യാവശ്യം നല്ല പെർഫോമൻസും ഇതിൽ വരുന്നുണ്ട്. 5+5 ഇയേഴ്സിൻ്റെ ആൻഡ്രോയിഡ് അപ്ഡേറ്റും ഇതിൽ കിട്ടുന്നുണ്ട്. നോർമലി ഈ ഒരു പ്രൈസ് പോയിന്റിൽ നിന്ന് ഇത്രയും അപ്ഡേറ്റ് വേറെ ഏതൊരു ഫോണിൽ കിട്ടാറില്ല. സോ ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോണിലൊക്കെ കിട്ടുന്ന രീതിയിലുള്ള ഒരു അപ്ഡേറ്റ് ഈ ഒരു ഫോണിൽ കിട്ടുന്നുണ്ട്. പിന്നീട് ബാറ്ററി പറ്റി പറയുകയാണെങ്കിൽ 4310 mAh ബാറ്ററിയും 68 വാട്ടിൻ്റെ വയേർഡ് ചാർജിങ്ങും 15 വാട്ടിൻ്റെ വയർലെസ് ചാർജിങ് ഒക്കെ തന്നെ സപ്പോർട്ട് ഉണ്ട്. ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോണിൽ കാണുന്ന ഇതിൽ എല്ലാ സെറ്റപ്പ് ഇതിൽ വരുന്നത്. അതായത് വയർലെസ് ചാർജിങ് വരുന്നുണ്ട്. അതുപോലെ തന്നെ IP68 റേറ്റിംഗ് ഒക്കെ തന്നെ ഈ ഒരു ഫോണിൽ വരുന്നുണ്ട്. പ്രൈസ് ആൻഡ് വേരിയൻറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ 8GB 256GB ആണ് ബേസ് മോഡൽ. ഇതിൻ്റെ പ്രൈസ് ആണ് 20,999 സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും 20,000 രൂപയ്ക്ക് മുകളിൽ വന്നില്ലേന്ന്. പക്ഷേ ആ ഒരു പ്രൈസ് പോയിന്റ് നിങ്ങൾക്ക് എക്സ്ട്രാ സ്റ്റോറേജ് കിട്ടും. നോർമലി ഈ പ്രൈസിൻ്റെ എല്ലാ ഫോണിലും 128GB മാത്രമാണ് ബേസ് മോഡൽ വരുന്നത്. പക്ഷേ ഈ ഒരു ഫോണിൽ നമുക്ക് 256GB ബേസ് മോഡൽ വരുന്നുണ്ട്. സോ 1000 രൂപ അതേ കൊടുത്താൽ നിങ്ങൾക്ക് കുഴപ്പമൊന്നും പറയുന്നില്ല, എല്ലാം ഈ ഒരു ഫോണിൽ കിട്ടുന്നുണ്ട്. സോ ഈ ഒരു റേഞ്ചിലെ ഒരു വൺ ഓഫ് ദി ബെസ്റ്റ് മോഡലാണ് എഡ്ജ് 50 നിയോ എന്ന മോഡൽ. ഇനി ഈ ലിസ്റ്റിലെ അടുത്തൊരു മോഡൽ എന്ന് പറഞ്ഞാൽ IQയുടെ Z9S എന്ന മോഡലാണ്. ഈ ഒരു ഫോണിനെ പറ്റി പറയുന്ന ഡിസൈൻ ആണെങ്കിൽ അത്യാവശ്യം ഒരു പ്രീമിയം ഫോണിലൊക്കെ കാണുന്ന രീതിയിലുള്ള വിവോ ഫോണിലൊക്കെ കാണുന്ന ആ ഒരു എക്സാക്ട് ഡിസൈനാണ് ഈ ഒരു ഫോണിൽ വരുന്നത്. ഇനി ഡിസ്പ്ലേ പറ്റി പറയുകയാണെങ്കിൽ 6.77 ഇഞ്ച് വരുന്ന ഫുൾ HD ആയിട്ടുള്ള AMOLED 120 ഹെർട്സിൻ്റെ ഒരു കർവ്ഡ് ആയിട്ട് ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോണിന് വരുന്നത്. ക്യാമറ ആണെങ്കിൽ 50 MB പ്രൈമറി ക്യാമറ, 2 MB ഡെപ്ത് സെൻസറും റിയറിൽ വരുന്നുണ്ട്. സെൽഫി ക്യാമറ ആണെങ്കിൽ 16 MB സെൽഫി ക്യാമറയും വരുന്നുണ്ട്. റിയർ ക്യാമറയിൽ 4K ഒക്കെ തന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ അത്യാവശ്യം ഒരു ഡീസൻറ്റ് ക്യാമറ വരുന്നുണ്ട്. ഇനി പെർഫോമൻസ് ആണെങ്കിൽ മിയടെക്കിൻ്റെ Dimensity 7300 എന്ന അത്യാവശ്യം നേരത്തെ പറഞ്ഞ ഫോണുണ്ട് അതേ സെയിം ചിപ്സെറ്റ് തന്നെ ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടുണ്ട്. സോ പെർഫോമൻസ് കാര്യത്തിലും നോ ഇഷ്യൂസ്. 2+3 ഇയേഴ്സിൻ്റെ ആൻഡ്രോയിഡ് അപ്ഡേറ്റും ഈ ഒരു ഫോണിൽ കിട്ടുന്നുണ്ട്. ഇനി ബാറ്ററി പറ്റി പറയുകയാണെങ്കിൽ 5500 mAh ബാറ്ററിയും 44 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജറും ബോക്സിനകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. ഫാസ്റ്റ് ചാർജർ കുറച്ച് കുറവാണ്, എന്നാലും കുഴപ്പമൊന്നും അതിനെപ്പറ്റി പറയാനില്ല. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് ആൻഡ് വേരിയൻറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 8GB 128GB ആണ് ബേസ് മോഡൽ. ഇപ്പം ഇതിൻ്റെ ആമസോണിലെ പ്രൈസ് എന്ന് പറഞ്ഞാൽ 19,500 രൂപയായിട്ടാണ് വരുന്നത്. അതായത് 500 രൂപയുടെ കൂപ്പൺ ഉള്ളത് അപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് 500 രൂപ കുറഞ്ഞ് കിട്ടും. അല്ലെങ്കിൽ 20,000 രൂപയ്ക്ക് പോയിട്ട് വാങ്ങേണ്ടി വരും. അപ്പം ഇപ്പോൾ തന്നെ പോയിട്ട് വാങ്ങിച്ചോളൂ, ആ ഒരു കൂപ്പൺ അവിടെ തന്നെ ഉണ്ടാവും. അപ്പോൾ അത്യാവശ്യം നല്ല ഫോൺ, എല്ലാ കാര്യങ്ങളും ഈ ഒരു ഫോൺ വരുന്നുണ്ട്. 19,500 രൂപ മാത്രമേ ഈ ഒരു ഫോണിൻ്റെ പ്രൈസ് വരുന്നുള്ളൂ. ഇനി അടുത്തൊരു മോഡൽ എന്ന് പറഞ്ഞാൽ നത്തിങ് ഫോൺ 2A ആണ്. ഈ ഒരു ഫോണിനെ പറ്റി പറയുകയാണെങ്കിൽ ആദ്യം തന്നെ ഇതൊരു വെറൈറ്റി ഡിസൈനാണ്. നത്തിങ് ഫോൺ എല്ലാം ഉള്ള പോലെ തന്നെ ഒരു വെറൈറ്റി ഡിസൈനാണ്, ലൈറ്റ് കത്തുന്ന ഒരു ഫോണാണ്. അതും കൂടെ ഒരു സ്പെഷ്യാലിറ്റിയാണ് ഈ ഒരു ഫോണിനെ പറ്റി പറയുകയാണെങ്കിൽ. പിന്നീട് പ്ലാസ്റ്റിക്കിൻ്റെ ബിൽഡ് തന്നെയാണ് വരുന്നത്. ഡിസ്പ്ലേ പറ്റി പറയുകയാണെങ്കിൽ 6.7 ഇഞ്ച് വരുന്ന ഫുൾ HD ആയിട്ടുള്ള AMOLED 120 ഹെർട്സിൻ്റെ ഒരു ഫ്ലാറ്റ് ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോണിൽ വരുന്നത്. നല്ല ഡിസ്പ്ലേ തന്നെയാണ്, കുഴപ്പമൊന്നും പറയാനില്ല. പിന്നീട് ക്യാമറ പറ്റി പറയുകയാണെങ്കിൽ 15 MB പ്രൈമറി ക്യാമറ വരുന്നുണ്ട്. 15 MB തന്നെ അൾട്രാ വൈഡ് ആംഗിളും റിയറിൽ വരുന്നുണ്ട്. 32 MB സെൽഫി ക്യാമറയും ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട്. റിയർ ക്യാമറയിൽ 4K 30 FPS ഉള്ള വീഡിയോസും ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. സോ അത്യാവശ്യം നല്ലൊരു ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റും ഈ ഒരു ഫോണിൽ വരുന്നുണ്ട്. ഒരു പെർഫോമൻസ് ആണെങ്കിൽ മിയടെക്കിൻ്റെ Dimensity 7200 Pro എന്ന ചിപ്സെറ്റ് ആയിട്ടാണ് വരുന്നത്. കുഴപ്പമൊന്നും പറയില്ല, അത്യാവശ്യം നല്ല പെർഫോമൻസും ഈ ഒരു ഫോണിൽ കിട്ടുന്നുണ്ട്. പിന്നീട് 5000 mAh ബാറ്ററിയും 45 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ ബോക്സ് അകത്ത് കിട്ടത്തില്ല, എക്സ്ട്രാ അത് പോയിട്ട് വാങ്ങേണ്ടി വരും.
അപ്പം ഈ ഒരു ഫോണിൻ്റെ പ്രൈസ് ആൻഡ് വേരിയൻറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 8GB 128GB ആണ് ബേസ് മോഡൽ. ഇതിൻ്റെ ഇപ്പോഴത്തെ പ്രൈസ് 20,450 500 ആ റേഞ്ചിലായിട്ടാണ് കാണിക്കുന്നത്. അതിപ്പോൾ ഓരോ പ്രൈസ് റേഞ്ചിലായിട്ട് കാണിക്കുന്നുണ്ട്. എന്തായാലും ഈ ഒരു പ്രൈസ് പോയിന്റിൽ ഈ ഒരു ഫോൺ ഇപ്പോൾ കിട്ടുന്നുണ്ട്. സോ അത്യാവശ്യം നെത്തിങ് ഫോൺ, അതായത് ഒരു വെറൈറ്റി ലൈറ്റൊക്കെ എത്തുന്ന ഫോൺസൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പോയിട്ട് വാങ്ങിച്ചോളൂ. കുഴപ്പമൊന്നും പറയാനില്ല. കുറച്ചധികം ആയി ഇറങ്ങിയിട്ട് പുതിയ നെത്തിങ് 3 ഇപ്പം ഇറങ്ങാൻ വേണ്ടി പോവുകയാണ്. അപ്പം കുഴപ്പമൊന്നും പറയാനില്ല, നല്ല ഫോൺ തന്നെയാണ്. ഇനി ഏറ്റവും ലാസ്റ്റത്തെ ഒരു മോഡൽ എന്ന് പറയുന്നത് റിയൽമിയുടെ P2 Pro എന്ന മോഡലാണ്. ഇതിൻ്റെ ഡിസൈൻ അത്യാവശ്യം കൊള്ളാം കേട്ടോ, കാണാനൊക്കെ അത്യാവശ്യം നല്ല രസമൊക്കെ ഉണ്ട് കാണാൻ. ഡിസ്പ്ലേ പറ്റി പറയുകയാണെങ്കിൽ 6.7 ഇഞ്ച് വരുന്ന ഫുൾ HD ആയിട്ടുള്ള OLED 120Hz ഒരു കേർവ്ഡ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ ആണ് വരുന്നത്. നല്ല ഡിസ്പ്ലേ തന്നെയാണ്. ക്യാമറ പറ്റി പറയുകയാണെങ്കിൽ 15 MB പ്രൈമറി ക്യാമറ വരുന്നുണ്ട്, 8 MB അൾട്രാ വൈഡും കൂടെ റിയറിൽ വരുന്നുണ്ട്, 32 MB സെൽഫി ക്യാമറയാണ് ഫ്രണ്ടിൽ കൊടുത്തിട്ടുള്ളത്. റിയർ ക്യാമറ 4K തന്നെ വീഡിയോസും ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഇനി പെർഫോമൻസ് ആണെങ്കിൽ കോൾകോം സ്നാപ്ഡ്രാഗൻ്റെ 7S Gen 3 എന്ന ചിപ്സെറ്റും ഈ ഒരു ഫോണിൽ വരുന്നുണ്ട്. അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ചിപ്സെറ്റ് തന്നെയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. പിന്നീട് ബാറ്ററി പറ്റി പറയുകയാണെങ്കിൽ 5200 mAh ബാറ്ററിയും 80 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജറും ബോക്സിനകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. സോ ആ കാര്യത്തിലൊന്നും ഒരു കുഴപ്പവും പറയാനില്ല. ഇനി പ്രൈസ് ആൻഡ് വേരിയൻറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 12GB 256GB വേരിയൻ്റെ പ്രൈസ് 20,000 രൂപ മാത്രമേ വരുന്നുള്ളൂ. സോ 20,000 രൂപയ്ക്ക് നിങ്ങൾക്ക് 12GB റാമും 256GB സ്റ്റോറേജ് അടക്കം ഈ ഒരു ഫോണിൽ കിട്ടുന്നുണ്ട്. സോ പെർഫോമൻസും എല്ലാം വരുന്നുണ്ട്. 12GB റാമും കൂടെ വരുന്നുണ്ട്. നിങ്ങൾക്ക് കൂടിയ റാം വേരിയൻ്റ് ഒക്കെ ഈ ഒരു പ്രൈസ് പോയിന്റിൽ വേണമെന്നുണ്ടെങ്കിൽ ഇത് പോയിട്ട് വാങ്ങിച്ചോളും. ഒരു കുഴപ്പം അതിനെപ്പറ്റി പറയാനില്ല. അപ്പോൾ ഈ 4 ഫോൺസാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ബെസ്റ്റ് ഫോൺസ് എന്ന് പറഞ്ഞാൽ. വേറെയും ഒരുപാട് ഫോൺസൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ബെസ്റ്റായിട്ട് തോന്നിയ ഫോൺ എന്താണെന്ന് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പം ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇറ്റ്സ് യുവർ ഫ്രണ്ട് അഭിനവ് സൈനിങ് ഓഫ്. ബൈ.